ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്. നമുക്കറിയാം, രേണുസുതി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ താരം തനിക്ക് ക്യാൻസർ ആണ് എന്ന് സ്വയം വന്ന് വെളിപ്പെടുത്തിയ ശേഷവും നമ്മുടെ സോഷ്യൽ മീഡിയ രണ്ട് തട്ടിലാണ്. ഒന്നാമത്തെ തട്ടിൽ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ബ്ലോഗേഴ്സും കുറച്ചധികം ഓഡിയൻസും, രണ്ടാമത്തെ തട്ടിൽ രേണുസുതിയെ എതിർക്കുന്ന ബ്ലോഗേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. എന്തായാലും ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്ത് വെച്ച ഒരു വീഡിയോ ആക്കി കഴിഞ്ഞാൽ, അതായത് രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കോണ്ടന്റ് എടുത്ത് വെച്ച് നമ്മൾ വീഡിയോ ആക്കി കഴിഞ്ഞാൽ അതിന്റെ താഴെ ഈ രണ്ട് കൂട്ടരും വന്ന് കമന്റ് ചെയ്യും. അങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവർ തമ്മിലുള്ള ക്ലാഷുകളും നമ്മുടെ കമന്റ് ബോക്സിൽ നടക്കാറുണ്ട്. ചിലപ്പോൾ രേണുസുതിയെ എതിർക്കുന്ന ആളുകൾ വന്ന് നമ്മളെ ചീത്ത വിളിക്കാറുണ്ട് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ. അന്നേരം രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വന്ന് നമ്മളെ സ്നേഹിക്കാറുണ്ട്. നമ്മൾ രേണുസുതിക്ക് എഗൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അപ്പുറം നിൽക്കുന്ന ആളുകൾ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഇപ്പുറം നിൽക്കുന്ന ആളുകൾ വന്ന് നമ്മളെ ചീത്ത വിളിക്കും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് സുരേന്ദ്രൻ ലൈറ്റ് മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് ഞാനൊരു വീഡിയോ കണ്ടു. അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഓഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രമുഖ യൂട്യൂബറെ കുറിച്ച് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല. ആ ഒരു വ്യക്തി രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയോട് തനിക്കൊപ്പം കിടക്ക പങ്കിടുവാണ്ട് ആവശ്യപ്പെട്ടു എന്നൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ആ സ്ത്രീ ഉന്നയിക്കുന്നുണ്ട്. എന്നാലും അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഷോക്കിംഗ് ആയിട്ട് തോന്നി. കാരണം മറ്റൊന്നുമില്ല, നമ്മൾ ഒരു കണ്ടന്റ് ചെയ്യുന്നു, ആ കണ്ടന്റ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാകുന്നു. ആ ക്ലാഷ് ഉണ്ടാകുമ്പോഴത്തേക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും മറ്റും ചിത്രങ്ങൾ, വീഡിയോസും എല്ലാം ഡൗൺലോഡ് ചെയ്ത ശേഷം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. നീ എനിക്കൊപ്പം വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ നാറ്റിക്കും. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യമാണ്. എന്നാലും അങ്ങനെ ഒരു കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ മാപ്പ് അർഹിക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ആ യുവതി പരാതിയുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ എനിക്ക് അവരുടെ പേരോ മറ്റു കാര്യങ്ങളോ അറിയത്തില്ല. ഞാൻ ആ ഒരു ഓഡിയോയും ഒന്ന് രണ്ട് ചാറ്റുകളും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് അവരുമായിട്ട് ചാറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇരുന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് രേഖപ്പെടുത്താനും മറക്കരുത്. ഹലോ ഹലോ ഹാ ഹലോ 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 ആരാണ്? എൻ്റെ പേര് ബിന്ദു ഹരേകൃഷ്ണ എന്നാണ്. ശരിക്കുള്ള പേര് ബിന്ദു ബാലചന്ദ്രൻ എന്നാണ്. അപ്പോൾ എനിക്ക് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ രാജ് ടോക്സ്, ഷെഫീന ബീവി, ഇവർ രണ്ടുപേരിൽ നിന്നുണ്ടായ ദുരനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ. എന്താണ് പറ്റിയേ? ആക്ച്വലി രേണുസുതി എന്ന് പറയുന്ന നടിയെ കുറിച്ച് ഈ പറഞ്ഞ രാജ് ടോക്സിന്റെ ഒരു വ്യാജ അക്കൗണ്ട് മോശമായി, വളരെ വളരെ മോശമായ രീതിയിൽ എഴുതി. അപ്പൊ ഞാനത് ചോദ്യം ചെയ്തു. അയാളെ മെസ്സഞ്ചറിൽ പോയിട്ട് ഞാൻ ചോദ്യം ചെയ്തു, നിങ്ങളുടെ വീട്ടിലും ആരുമില്ലേ, അവര് മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാള് രേണുസുതിയെ പറ്റി അതിന്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ രീതിയിൽ ശരീരവർണ്ണനം നടത്തുകയും ഋതപ്പൻ അവരെ കൊല്ലുമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ പറയാണ്, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഒരു ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാനൊക്കെ ജെനുവിൻ അക്കൗണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നിന്നെ പോലുള്ളവർ, എനിക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് വേറെയുണ്ട്, നിന്നെ പോലുള്ളവളുമാരോട് എനിക്ക് ഇങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മളെ പോലുള്ളവരെന്ന് പറയുമ്പോ അവൻ എന്തോ, അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവനെ തെറി വിളിച്ചു. തെറിയെന്ന് പറഞ്ഞാൽ ഹിജഡേ എന്നാണ് വിളിച്ചത്. അത് അവൻ ഇഷ്ടപ്പെടില്ല. ഒരു ആണിന്റെ മുഖത്ത് നോക്കി ഒരു പെണ്ണ് ഹിജഡേ എന്ന് ഞാൻ പറഞ്ഞു, ആണാണെങ്കിൽ ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് സംസാരിക്കും, ഇതൊരുമാതിരി ഭീരുവിനെ പോലെ മറഞ്ഞിരുന്ന് സംസാരിക്കുന്ന ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു വഴക്കാണ്. ഇയാളെ ഞാൻ ശപിക്കുക, ഇത് ഒഴിഞ്ഞു പോകും. പിന്നെ സംസാരിച്ച് വരിക, ഇയാള് ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ചാത്തൻ സേവ നടത്തും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. അത് ഇറിറ്റേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറഞ്ഞതാ. അല്ല, ഞാൻ വിഷ്ണുമായയുടെ ഭക്തയാണ്. ചാത്തൻ സേവ വേറെ, ഉപാസന വേറെ, ഭക്തി വേറെ. പക്ഷെ എന്റെ സ്വാമിയെ വെജിറ്റേറിയൻ ആയിട്ടാണ്, ഞാനൊരു ശുദ്ധ വെജിറ്റേറിയൻ ആണ്. ആ ഒരു രീതിയിലാണ് ഭഗവാന് പ്രസാദം വെച്ച് കൊടുത്തിട്ട് ആരാധിക്കുന്നത്. എന്റെ സ്വാമിക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അതിപ്പോ ഈ ഷെഫീനയും പറഞ്ഞ രാജ് ടോക്സും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിൽ നല്ല രീതിയിൽ അനുഭവിക്കുകയും ചെയ്യും. അത് ശാപങ്ങളൊക്കെ അവിടെ ഇതിനകത്ത് മെയിനായിട്ടും പ്രധാന കാരണം എന്താണ്? പിന്നെ ഇവരെ ഭാഗത്തുനിന്ന് എന്തുണ്ടായി? അടുത്ത ദിവസം, ഞാനിത് അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. ഇയാള് അടുത്ത ദിവസം രാത്രി 10:37 എനിക്കൊരു കോള്, അതായത് ഒരു സ്കൈപ്പ് നമ്പർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം മെസ്സേജ് വന്നിരിക്കുകയാണ്, ചാത്തൻ സേവയ്ക്ക് റേറ്റ് എത്രയെന്ന്. അപ്പൊ ഞാൻ ഇതെന്നാണ് ആരാ, അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിച്ച ഇയാളെ മാത്രമാണ് എനിക്ക് അറിയുള്ളൂ, ഇയാളാണെന്നാണ് ഞാൻ ഇയാള് തന്നെയാണ് ആള്. അപ്പൊ ഞാൻ ശരി, അപ്പൊ ഞാൻ നോക്കുമ്പോ മെസ്സഞ്ചറിൽ ആ സംസാരിക്കുന്ന സമയത്ത് പേര് രജിത മനോജ്, എല്ലാം 6 തുടങ്ങുന്ന പേരുകളാ. പിന്നെ
ചെറുപ്പം രമണൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ രമണ പേര് മാറ്റിയല്ലോ? അപ്പൊ ഇയാൾക്ക് ആളെ പിടികിട്ടി. അപ്പൊ എന്റെ അടുത്ത് പിന്നെ അടുത്ത മെസ്സേജ് യു ആർ എക്സ്പോസ്ഡ്, പിന്നെ മോളെ ചക്കരെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ എഴുതി, നിന്നെ ഞാൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും പൊന്നുമോളെ നീ പേടിച്ചോ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ വർത്താനം കേട്ടപ്പോ എനിക്ക് എത്ര വലിയ സാധനം. പിന്നെ അടുത്ത മെസ്സേജ് എഴുതുന്ന യു ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ ആകെ പേടിച്ചു. എന്റെ ഫോട്ടോ എവിടെയെങ്കിലും ഇയാൾ കൊണ്ടുവന്ന് മോർഫ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഇട്ടോ എന്നുള്ള ഒരു ഭയമാണ്. ഞാൻ ഇയാളെ വിളിച്ചു. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളിങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളുടെ ഫോട്ടോയോ അങ്ങനെ വീഡിയോ എന്തെങ്കിലും അവന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. എന്റെ ഫോട്ടോ ഇയാൾ എന്റെ ഇൻസ്റ്റാഗ്രാം, ഞാനൊരു ബിസിനസ് വുമൺ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫോട്ടോയും എന്റെ വീഡിയോസ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും എന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇവർക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എന്റെ ഫോട്ടോയും എന്റെ നമ്പര് എന്റെ ഫോട്ടോ ഒക്കെ ഇവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവൻ എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് യു ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാളെ തിരിച്ചു വിളിച്ചു. വിളിച്ചപ്പം ഫോൺ എടുത്തു പെട്ടെന്ന്. എടുത്തിട്ട് ഇയാൾ പറയുവാണ്, നിന്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഈ ചാറ്റും ഞാൻ എക്സ്പോസ് ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഹോട്ടലിൽ നീ വരണം, അന്ന് നമുക്ക് സോൾവ് ചെയ്യാം ഇതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കങ്ങ് ശരിക്കും ദേഷ്യം വന്ന് ഞാൻ കൊടുത്തു. അതിന് നമ്മൾ തമ്മിൽ സെക്സ് ചാറ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു നീ പറയണം? യെസ്, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചാറ്റും ഉണ്ടായിട്ടില്ല. പിന്നെ നീ പറയണ ഞാൻ എന്തെങ്കിലും കേൾക്കണം എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ലെങ്കിൽ പൊന്നുമോളെ ഞാൻ എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ തിരിച്ച് ഞാൻ പല പ്രാവശ്യം ഇയാളെ ഞാൻ വിളിച്ചു, എടുക്കുന്നില്ല. എടുക്കാതെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്ക് വേറൊരു നമ്പറിൽ നിന്ന് പിന്നെയും വിളി വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയണ കേൾക്കാൻ റെഡിയാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എന്നെ വിളിക്കരുത്, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ ഞാൻ അയാളോട് പിന്നെയും ഞാൻ അയാളെ വിളിച്ചു. ഇയാളിങ്ങനെ ഞാൻ ഇപ്പൊ നോക്കിയോ ഇതാ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, നിന്റെ എല്ലാം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ്. ഇയാൾ കോൾ ചെയ്യാ എന്നെ, വേറൊരു നമ്പറിൽ നിന്ന് കോൾ ചെയ്തതാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോൾ ചെയ്യാണ്. അവൻ പറയണ പോലെ കേട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, ഇത് അപ്ലോഡ് ചെയ്ത്. എന്നെ വിളിച്ചത് പറയാനുള്ള കാര്യം സാർ ഇതുപോലെ ഷെഫീനക്കെതിരെ ചെയ്യുന്നുണ്ട്. ഷെഫീനയാണ് പിന്നീട് ഞാൻ നോക്കുമ്പോ ഏകദേശം ആ സംഭവം ഇവൻ ഈ ഫോൺ വന്നിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ഷെഫീനയുടെ വീഡിയോ കാണുകയാണ് എന്നെ പറ്റിയുള്ള. നിങ്ങളെ വെച്ചിട്ട് വീഡിയോ ചെയ്തോ? അതെ, ഷെഫീന ഞാൻ ഈ അയച്ചു കൊടുത്ത് ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാ നേരെ ഷെഫീനയ്ക്ക് ഈ പറഞ്ഞ വോയിസ് റെക്കോർഡ്സും എന്റെ ഫോട്ടോസും എന്റെ ഫോൺ നമ്പറും ഷെഫീനയ്ക്ക് അയച്ചു കൊടുക്കുകയും ഷെഫീന എന്നെ പറ്റി വളരെ മോശമായ രീതിയിൽ ഒരു 42 വീഡിയോസ് അവർ ഫേസ്ബുക്കിൽ ചെയ്തതായിട്ടാണ് കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഫേസ്ബുക്കിൽ മാത്രമായിരിക്കും ഇവർ അപ്ലോഡ് ചെയ്തതെന്നുള്ള. പിന്നീടാണ് മനസ്സിലായത് യൂട്യൂബ്, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടിട്ട് എന്നെ വിളിച്ച് പറയുന്നത് അവിടെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ആയിരിക്കുന്ന ബിന്ദു. അതോടെ ഒപ്പം തന്നെ ഇവന്റെ ചാനലിലും എന്നെ പറ്റി ഇങ്ങനെ അപ്ലോഡ്. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ മുഴുവനും അശ്ലീല കമന്റുകൾ, അത്രയും അശ്ലീലമായിട്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഇവർ രണ്ടുപേരുടെയും ചാനലിൽ. അപ്പൊ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എന്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ വിളിച്ചിട്ട്, ക്ലയൻസും എല്ലാം വിളിച്ചത്, എന്താണ് ഇവരെന്തായി പറയുന്നത്, ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടല്ലോ എന്ന് ചോദിച്ചപ്പം എനിക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടി. അതിന്റെ ഫലമായിട്ട് അത് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല, അവരെനിക്ക് ചെയ്തു തന്നൊരു ഉപകാരമാണ്. കാര്യം ഒരു ബിസിനസ് വുമണിന്റെയോ ബിസിനസ്മാന്റെയോ പേര് ഒരു 1000 തവണ ഒരു 10 തവണയെങ്കിലും ഇന്റർനെറ്റിൽ പറയുമ്പോൾ അത്രയും അവർക്ക് ഫോളോവേഴ്സും അല്ലെങ്കിൽ അവർക്ക് അത്രയും ബിസിനസ് ആണ് കൂടുന്നതെന്നുള്ള കാര്യം ഈ പൊട്ടന്മാര് മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് പക്ഷെ അതിനകത്ത് ഞാൻ വേറൊന്നുമല്ല, ഞാൻ ശാപവാക്കുകൾ മാത്രമേ പറയാം. എന്നെ അവിടെ കിടന്നുകൊണ്ട് ദുർവാസാവ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ശാപവാക്കുകൾ എന്ന് പറയുമ്പോ അയാൾ എന്തെങ്കിലും ഈ വോയിസ് അയച്ചിട്ടുണ്ടോ? എന്താണ് സാർ? അയാൾ വോയിസ് അയച്ചിട്ടുണ്ടോ അതോ അയാൾ വോയിസ് അയക്കുന്നില്ല, അയാൾ ടൈപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇയാൾ പറയുന്നത് ഇയാൾക്ക് സോ ഗൈസ്, ഇത്രയാണ് ഈ ഒരു വോയിസ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പുറകെ വരുമായിരിക്കും. എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു മേഡത്തിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് വെറും ഒരു ആരോപണമായിട്ട് മാത്രം നിർത്താതെ കേസുമായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ഇതിനകത്ത് 2 പ്രമുഖ ബ്ലോഗേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിച്ച് ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമോ? അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് വിശ്വസിച്ചുകൊണ്ട് ആളുകളെ അപ്രോച്ച് ചെയ്യും? എന്നാൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഓക്കെ, ബൈ.